വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യഥാർത്ഥ ഏറ്റുപറച്ചിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 5-ാം അധ്യായം 5-ാം വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്നുത്തരം പറഞ്ഞു. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോയി കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കും അതിശയങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ ആദ്യം നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവൻ്റെ മുൻപാകെ ഒരു യഥാർത്ഥ ഏറ്റുപറച്ചിൽ നടത്തുകയും നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പരിമിതികൾ കർത്താവിനോട് സത്യസന്ധമായി ഏറ്റുപറയുമ്പോൾ മാത്രമേ അവൻ്റെ കൈ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുകയുള്ളൂ. പത്രോസിനെ കുറിച്ച് ചിന്തിക്കുക. തൻ്റെ ശ്രമങ്ങൾക്കിടയിലും അദ്ദേഹം തൻ്റെ പരാജയം യേശുവിനോട് പരസ്യമായി സമ്മതിച്ചു. പത്രോസ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. എന്നിരുന്നാലും ഇവിടെ അദ്ദേഹം തൻ്റെ കഴിവില്ലായ്മ, ശൂന്യത, പരാജയം എന്നിവ കർത്താവിനോട് താഴ്മയോടെ ഏറ്റുപറയുന്നു. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. മത്സ്യബന്ധനത്തിലുള്ള ഏറ്റവും നല്ല സമയം രാത്രി സമയങ്ങളാണ്. ആ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കൂടുതലും രാത്രി മുഴുവൻ ജോലി ചെയ്തു. ഈ സംഭവം യോഹന്നാൻ 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം. പത്രോസ് തന്റെ പരാജയം സത്യസന്ധമായി ഏറ്റുപറയുമ്പോൾ അവൻ യേശുവിനെ ബഹുമാനത്തോടെ എങ്ങനെ അഭിസംബോധന ചെയ്തുവെന്ന് ശ്രദ്ധിക്കുക. ഗുരു. ഒരു യജമാനന്റെ മുൻപാകെ ഒരു ദാസനെ പോലെ അവൻ താഴ്മയോടെ സംസാരിക്കുന്നു. ഇംഗ്ലീഷിൽ ഗുരു എന്നത് നേതാവ് അല്ലെങ്കിൽ കർത്താവ് എന്നും വിവർത്തനം ചെയ്യപ്പെടുന്നു. അതെ, ക്രിസ്തു നമ്മുടെ ഗുരുവും കർത്താവുമാണ്. തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, കാരണം നിങ്ങൾക്ക് ഒരു ഗുരു മാത്രമേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്. ഇത് മത്തായി 23-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ആഴത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ എല്ലാത്തിൻ്റെയും കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒന്നാണ്. നമ്മുടെ പരമോന്നത വഴികാട്ടി, നമ്മുടെ കർത്താവ്, നമ്മുടെ മാതൃക, നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനും പിന്തുടരാനും കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ്. ഗുരു എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം അംഗീകരിക്കുക എന്നാണ്. നീ ഉന്നതനാണ്, നീ അത്യുന്നതനാണ്, നീ എൻ്റെ വഴികാട്ടിയാണ്, ഞാൻ നിന്റെ സൃഷ്ടിയാണ്, നീ എൻ്റെ സൃഷ്ടാവാണ്. പത്രോസിനോട് സംസാരിച്ചവൻ കടലിൻ്റെ തന്നെ സൃഷ്ടാവായിരുന്നു. മത്സ്യം ഇല്ലാത്തയിടത്ത് പ്രത്യക്ഷപ്പെടാൻ കൽപ്പിക്കാൻ കഴിയുന്നവനാണവൻ. ഒരത്ഭുതം പ്രവർത്തിക്കാൻ ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ഒരു നാണയം പോലും എടുക്കാൻ അവന് കഴിയും. പത്രോസിൻ്റെ ഏറ്റുപറച്ചിൽ അവൻ്റെ നിസ്സഹായത മാത്രമല്ല, ക്രിസ്തുവിനോടുള്ള അവൻ്റെ ആഴമായ ബഹുമാനവും അവൻ്റെ ഹൃദയത്തിൽ കർത്താവായ യേശുവിനോടുള്ള തൻ്റെ ഉയർന്ന സ്ഥാനവും കാണിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യവും കർത്താവിന് മുൻപാകെ തുറന്നു പറയുക. സത്യസന്ധമായി ഏറ്റുപറയുക. പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾ പോകേണ്ട വഴി അവൻ നിങ്ങളെ പഠിപ്പിക്കും. പടിപടിയായി നിങ്ങളെ നയിക്കും. അതെ, അവൻ വലിയവനും ശക്തനുമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 107-ാം അധ്യായം 23-24 വാക്യങ്ങൾ. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 20, 21, 22 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.